അർജുനനെ പരീക്ഷിക്കുവാൻ വേണ്ടി കിരാതവേഷം ധരിച്ചുകൊണ്ട് പരമശിവൻ അർജുനന്റെ അടുത്തെത്തി. ആ സമയത്ത് മൂകൻ എന്ന അസുരൻ വരാഹരൂപം ധരിച്ച് അർജുനനെ വധിക്കുവാനായി പാഞ്ഞെടുത്തു. അർജുനൻ ഉടൻ തന്നെ വരാഹത്തിനെ വധിക്കുവാൻ അമ്പെയ്തു. എന്നാൽ അർജുനൻ അമ്പെയ്ത ആ സമയത്തു തന്നെ കിരാതവേഷം ധരിച്ച ശിവനും വരാഹത്തിനു നേരെ അമ്പെയ്തു. രണ്ടു ശരങ്ങളും ഒരേ സമയത്തു തന്നെ വരാഹത്തിന്റെ ശരീരത്തിൽ കൊണ്ടു. തന്റെ ലക്ഷ്യത്തിൽ ആരാണ് മറ്റൊരു ശരം തൊടുത്തുവിട്ടത്? അർജുനൻ അമ്പരപ്പോടെ ചുറ്റും നോക്കുന്നു. അപ്പോൾ കിരാതനെ കാണുന്നു. അർജുനൻ ദേഷ്യത്തോടെ കിരാതനോട് പറഞ്ഞു, ഞാൻ ലക്ഷ്യം വെച്ച പന്നിയെ അതിനിടയിൽ വന്ന് അമ്പെയ്ത് അധർമ്മം പ്രവർത്തിച്ച താങ്കൾ ആരാണ്? മൃഗയാധർമ്മം പാലിക്കാത്തത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് അതിനുള്ള ശിക്ഷ താങ്കൾ അനുഭവിക്കുക തന്നെ വേണം. അതിന് ഒരുങ്ങിക്കൊള്ളുക. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അർജുനൻ കിരാതന്റെ നേർക്ക് ശരം തൊടുക്കുവാൻ തയ്യാറെടുത്തു. ഇത് കണ്ട് കിരാതൻ അർജുനനോട് പറഞ്ഞു, ഹേ വീര, ഈ വനത്തിൽ യഥേഷ്ടം സഞ്ചരിക്കുവാനും മൃഗങ്ങളെ വേട്ടയാടുവാനും ഞങ്ങൾക്കാണ് അവകാശം. കിരാതധർമ്മത്തെ ഞാൻ ലംഘിച്ചിട്ടില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങെന്തിനാണ് ഏകാകിയായി ഈ വനത്തിൽ സഞ്ചരിക്കുന്നത്? ഇത് കേട്ട് അർജുനൻ പറഞ്ഞു, എനിക്ക് ഈ വനത്തിൽ സഞ്ചരിക്കുവാൻ ഭയമൊന്നുമില്ല. എന്നെ ചോദ്യം ചെയ്യുവാൻ നീ ആരാണ്? എനിക്കാരെയും ഭയപ്പെടാതെ സഞ്ചരിക്കാം. അർജുനൻ ഇപ്രകാരം പറഞ്ഞു നിർത്തി. ഉടനെ കിരാതൻ മറുപടി പറഞ്ഞു, ഈ വരാഹത്തിനെ കൊന്നത് ഞാനല്ലേ? എന്റെ വില്ലിൽ നിന്നും ഏതുവിട്ട ശരമേറ്റാണ് ഇവന്റെ പ്രാണൻ പോയത്. പൊങ്ങച്ചം പറയുന്നതിലും ആത്മപ്രശംസ പറയുന്നതിലും നീ വലിയ മിടുക്കനാണെന്ന് തോന്നുന്നു. ഏതായാലും നീ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. കിരാതന്റെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ കോപം കൊണ്ട് ജ്വലിച്ചു. അങ്ങനെ കിരാതനും അർജുനനും തമ്മിൽ ഘോരമായ യുദ്ധം ആരംഭിക്കുന്നു. പക്ഷേ അർജുനൻ അയക്കുന്ന ശരങ്ങളൊക്കെ കിരാതൻ നിഷ്പ്രയാസം തകർത്തു കളയുന്നു. അത് കണ്ടിട്ട് അർജുനന് വലിയ അത്ഭുതമാണ് തോന്നിയത്. അർജുനന്റെ ശരങ്ങളേൽക്കുന്നതിൽ കിരാതന് സന്തോഷം ലഭിക്കുന്നത് പോലെ. എങ്കിലും കിരാതനെ വധിക്കണം എന്ന ലക്ഷ്യത്തോടെ അർജുനൻ തുരുതുര അമ്പുകൾ തൊടുത്തു വിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ഗാന്ധീവമെടുത്ത് മന്ത്രം ചൊല്ലി ശരങ്ങൾ കിരാതനു നേരെ അയച്ചു. പക്ഷേ ആ ശരങ്ങൾ പോലും ഫലിക്കുന്നില്ല. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അർജുനൻ വലിയ ധർമ്മസങ്കടത്തിലായി. തന്റെ ആവനാഴികൾ ഒന്നൊന്നായി ഒഴിയുന്നു. പക്ഷെ കിരാതനെ വധിക്കുവാൻ കഴിയുന്നുമില്ല. അർജുനന് അല്പം ഭയമായി തുടങ്ങി. ഒടുവിൽ തന്റെ വില്ലുകൊണ്ട് കിരാതനെ അടിച്ചു കൊല്ലുവാൻ അർജുനൻ തീരുമാനിക്കുന്നു. അങ്ങനെ അർജുനൻ വില്ലുകൊണ്ട് കിരാതനെ അടിക്കുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ആ വില്ലും കിരാതൻ അനായാസേന പിടിച്ചെടുക്കുന്നു. അപമാനമേറ്റ അർജുനൻ വാളെടുക്കുന്നു. ഒറ്റവെട്ടിനു തന്നെ കിരാതനെ വധിക്കാം എന്ന ചിന്തയാൽ കിരാതന്റെ തലയ്ക്കു നേരെ അർജുനൻ വാൾ വീശുന്നു. പക്ഷേ അർജുനന്റെ വാൾ കിരാതന്റെ ശിരസിൽ തട്ടി പല കഷണങ്ങളായി മുറിഞ്ഞു വീണു. ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട അർജുനൻ അവസാനം മുഷ്ടിയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അന്യോന്യം കഠിനമായി പ്രഹരിച്ചുകൊണ്ടുള്ള മുഷ്ടിയുദ്ധത്തിൽ കിരാതൻ അർജുനനെ ബോധം കെടുത്തി വീഴ്ത്തുകയും ചെയ്തു. അല്പനേരം കഴിഞ്ഞ് ബോധം വീണ്ടെടുത്ത അർജുനൻ അഹങ്കാരമെല്ലാം അസ്തമിച്ച് ശിവനെ പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുന്നു. ഉടൻ തന്നെ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കി ശിവനെ ധ്യാനിച്ചുകൊണ്ട് ശിവലിംഗത്തിൽ പുഷ്പാർച്ചന ചെയ്യുന്നു അർജുനൻ. പക്ഷെ താൻ അർപ്പിക്കുന്ന പുഷ്പങ്ങളെല്ലാം കിരാതന്റെ ശിരസിൽ പ്രശോഭിക്കുന്നത് കണ്ടപ്പോൾ അർജുനന് ഒരു കാര്യം മനസ്സിലായി. തന്റെ എതിരാളിയായ കിരാതൻ സാക്ഷാൽ പരമശിവൻ തന്നെ. പശ്ചാത്താപ വിവശനും സന്തുഷ്ടനുമായ പാർത്ഥൻ ക്ലേശങ്ങളെല്ലാം മറന്ന് കിരാതന്റെ പാദങ്ങളിൽ വീണ് ക്ഷമായാചനം ചെയ്തു. ഇത് കണ്ട് കിരാതവേഷധാരിയായ ശിവൻ പറഞ്ഞു, അല്ലയോ വീരനായ അർജുന, നിന്റെ ശൗര്യത്തിലും വീര്യത്തിലും ഞാൻ സന്തുഷ്ടനായി തീർന്നിരിക്കുന്നു. എൻ്റെ യഥാർത്ഥ രൂപം കാണുവാനുള്ള ദിവ്യനേത്രങ്ങൾ ഞാൻ നിനക്ക് തരുന്നതാണ്. അങ്ങനെ നിനക്കെന്നെ ദർശിക്കാം. അതുമാത്രമല്ല, എല്ലാ ശത്രുക്കളെയും, എന്തിന് ദേവന്മാരെ പോലും ജയിക്കുവാൻ കഴിവുള്ള ദിവ്യമായ അസ്ത്രവും ഞാൻ നിനക്ക് തരുന്നുണ്ട്. ആർക്കും തടുക്കുവാൻ കഴിയാത്ത ആ അസ്ത്രം ഉപയോഗിക്കുവാൻ നീ അർഹനാണ്. ശിവൻ സന്തോഷത്തോടെ ഇപ്രകാരം അർജുനനോട് പറയുന്നു. തന്റെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ പറഞ്ഞു, അങ്ങയെ കാണുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പർവ്വതത്തിൽ എത്തിച്ചേർന്നത്. അങ്ങയെ എനിക്ക് തിരിച്ചറിയുവാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങയോട് ഞാൻ യുദ്ധം ചെയ്തത്. ഭഗവാനെ, ദയവായി എന്നോട് പൊറുക്കേണമേ. ഞാൻ ചെയ്ത സാഹസങ്ങൾ എന്നിൽ തെറ്റായി കാണരുതേ. ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം. അർജുനൻ വീണ്ടും പരമശിവനെ നമസ്കരിച്ചു.